ഒന്ന് ഈ കുറ്റം നടന്നിട്ട് 36 വർഷമായി. കോടതിയിൽ കേസ് വന്നിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 32 വർഷമായി. അപ്പോൾ ഇങ്ങനെ ചില കേസുകൾ കിടക്കുന്നു. അത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം പോലീസിന്റെ മുഖത്ത് തേച്ച ഒരു കരിയായിരുന്നു ഈ കേസ്. അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കാൻ ഇടയായത്. അത് പല ഓഫീസർമാരും തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവരൊന്നും നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, നടപടിയെടുക്കാൻ ശ്രമിച്ച ലോക്കൽ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിച്ചു വെച്ച ഓഫീസർമാർ വരെയുണ്ട്. 2005 ഞാൻ IG സബ് സോണായിട്ട് വന്നപ്പോഴാണ് ഈ ഫയല് വീണ്ടും എടുപ്പിച്ചതും അതില് വക്കം പ്രഭ എന്ന് പറയുന്ന ഒരു DYSP സ്പെഷ്യൽ ടീമായിട്ട് ഏൽപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് അന്ന് തന്നെ താങ്കൾക്ക് വ്യക്തമായിരുന്നു അല്ലേ? അതെല്ലാം ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വളരെ ക്ലിയർ ആണെന്നേ. ഈ കേസില് ഹൈക്കോടതി ഇത് നടന്നത് സുപ്രീം കോടതിയില് ശ്രീ ജയമോഹൻ പോവുകയും അതിനുശേഷം അതിൽ നിന്ന് ഹൈക്കോടതിയുടെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഓർഡർ ഇടുകയും ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ചിട്ട് ഇന്ന മാനിപ്പുലേഷൻസ് ഇതിൽ നടന്നു, അതുകൊണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജിനോട് ഇതില് കേസ് കൊടുക്കാൻ പറയും. അദ്ദേഹത്തിന്റെ ശിരസ്തുദാർ അദ്ദേഹത്തിന് വേണ്ടി കേസ് കൊടുക്കുകയും ചെയ്തു. 94 ക്രൈം 215/94 ആയിരിക്കണമെന്ന് എന്റെ ഓർമ്മ. ISR കേസൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം പോലീസിൽ വന്നതിന് ശേഷം ഇത് പോലീസ് അന്വേഷിക്കാതെ കിടന്നായിരിക്കായിരുന്നു. എന്ത് പ്രഷർ ഉണ്ടായിട്ടാണ് ഇവർ ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം എന്റെ പേരിൽ ആദ്യം പ്രഷർ വന്നിട്ടില്ല. ഇവരോടൊക്കെ ഞാൻ പല പ്രാവശ്യം, വേറെ ഒന്നുകൊണ്ടല്ല, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറ്റി പ്രതിയെ രക്ഷിച്ചതാണെന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഹൈക്കോടതിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പോലീസിന് വളരെ മോശമാണ്. ആ ഉദ്യോഗസ്ഥനാണെങ്കിൽ വളരെ നല്ല മിടുക്കനായിട്ടൊരു ഓഫീസർ ജയമോഹൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജയമോഹനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ജയമോഹൻ സുപ്രീം കോടതി പോയത്. അതിനിടയ്ക്ക് ഓസ്ട്രേലിയ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടി, ഇന്റർപോളിന്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. അത് കഴിഞ്ഞിട്ടും കേരള പോലീസ് ആക്ട് ചെയ്തില്ല. അപ്പൊ 2005 ഞാൻ ഇതിനെപ്പറ്റി റിപ്പോർട്ട് DGPക്ക് കൊടുത്തിരുന്നു. ആരെല്ലാമാണ് ഇത് ഒതുക്കി വെക്കാൻ ഉത്തരവാദികള്, അവരൊന്നും ഇപ്പൊ സർവീസിലില്ല. ഏതായാലും ഇതിന് ശേഷം 2014 ശേഷം ഈ കേസ് ഒതുങ്ങിക്കിടന്നത് പുറത്തു വരാൻ കാരണം അനിൽ ഇമ്മാനുവലാണ്. അപ്പോ ഞാൻ ഇതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട 2 പേർക്കാണ്, വക്കം പ്രഭയ്ക്കും അനിൽ ഇമ്മാനുവലിനും. ആൻഡ് സല്യൂട്ട് ടു അനിൽ ഇമ്മാനുവൽ ഫോർ ഹിസ് effort going to High Court, Supreme Court and back to High Court several times. ഒരു മാധ്യമ പ്രവർത്തകന് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന അനിൽ ഇമ്മാനുവൽ തെളിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സോ സല്യൂട്ട് ടു അനിൽ ഇമ്മാനുവൽ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ TP സെൻകുമാർ പ്രതികരിച്ചതിന്. ഇനിയിപ്പോൾ ഇതിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടി എന്താകുമെന്ന് അറിയേണ്ടതുണ്ട്. സെയ്ഫ് സെയിൻ ലാബ്ദീൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സൈഫ, ഇപ്പോൾ കുറ്റക്കാരനാണ് എന്നുള്ള കോടതി വിധി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ നിലവിൽ ഇപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും, ഏതൊക്കെ വകുപ്പുകൾ ഒഴിവാക്കപ്പെടുമെന്നൊക്കെയുള്ള വിശദ വിവരങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു ജയിൽവാസത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇത് മുന്നണിക്കും വലിയൊരു നാണക്കേട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ TP സെൻകുമാർ പറഞ്ഞ പോലെ തന്നെ 36 വർഷം എടുത്തു ഒരു കേസ് തെളിയിച്ച് അതിൻ്റെ വിധി വരാൻ എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അമൃത, ഇത് പ്രധാനപ്പെട്ട ഒരാൾ, അത് അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്, ഇപ്പോൾ MLA ആയി തുടരുന്ന ആളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ച് വരുന്നത്. ഇതൊരു സിനിമ പോലെ, നേരത്തെ സിജോ പറയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, അത് ഒരു സിനിമ പോലെ ആണ് ഇത് നടന്ന സംഭവങ്ങളെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ബോറടിക്കാതെ ഇങ്ങനെ കേട്ടിരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ തൊണ്ടി മുതൽ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് വെട്ടി ചെറുതാക്കി കോടതി കൊണ്ടുപോകുന്നു, കോടതി അത് ഇടിയിച്ച് നോക്കുന്നു, അപ്പോൾ ചെറുതാണെന്ന് മനസ്സിലാവുന്നു, അങ്ങനെ ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നു. പിന്നീട് മറ്റൊരു കേസിൽ പിടിച്ചിട്ട് ജയിലിൽ കിടക്കുമ്പോൾ കൂടെ ഇരുന്ന ആളോട് ഇദ്ദേഹം ഓസ്ട്രേലിയ പൗരൻ പറയുന്നു ഞാനിങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഈ കേസ് രണ്ടാമതും പൊങ്ങി വരികയാണ് ചെയ്തത്. അതൊരു സിനിമയിൽ തന്നെ, എനിക്ക് തോന്നുന്നത് ആനവാൽ മോതിരമാണെന്ന് തോന്നുന്നു, ആ സിനിമയിൽ തന്നെ ഈ ദൃശ്യങ്ങൾ, അത് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വക്കീൽ ചെയ്ത ആ ദൃശ്യങ്ങൾ അങ്ങനെ വീണ്ടും ചിത്രീകരിച്ചിട്ടുണ്ട്, സിനിമയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയ ഭാവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിന് അതിന്
സൈഫ് തുടരും. സൈഫിലേക്ക് മടങ്ങിയെത്താം. എഡിറ്റർ മാധ്യമ സിൻഡിക്കേറ്റ് അനിൽ ഇമ്മാനുവൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ ഇമ്മാനുവൽ, താങ്കൾ ഈ കേസിന് പിറകെ നടന്ന ഒരു വ്യക്തിയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഒരു ധാരണയുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഓരോ വഴികളെയും കുറിച്ച് ഓർത്തെടുക്കുന്നത്? ഇതില് 2022 ഞാനിത് സജീവമായി ഈ കേസിൽ ഇടപെടുന്നത്. കാരണം ഇത്ര വർഷം 1990 ഒരു സംഭവത്തിൽ 94 കേസെടുത്ത ശേഷം 2006 കുറ്റപത്രം സമർപ്പിച്ച ശേഷം എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് യാതൊരു രൂപവും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2022 ഞാനിതിന്റെ രേഖകൾ ശേഖരിക്കാനായി ശ്രമിച്ചത്. അത് തികച്ചും